Okay, take page number 10. Page number 10. Shahid, take page number 10. Okay, let us learn grammar. You have read about statement and interrogative sentences in the previous lesson. A sentence that gives a command or makes a request is called imperative sentence. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. Imperative sentence എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. It ends with a full stop. Example, Krishna, please pack your suitcase for the trip. അപ്പൊ സ്റ്റേറ്റ്മെന്റും ഇന്ററോഗേറ്റീവ് സെന്റൻസ് നമ്മൾ മുന്നേ തന്നെ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർലൈൻഡ് സെന്റൻസ്. A sentence that gives a command. ഒന്നുകിൽ കമാൻഡ് ആവാം, അതുമല്ലെങ്കിൽ റിക്വസ്റ്റ് ആവാം. Okay, request gives a command or makes a request is called an imperative sentence. Imperative sentence, request or command നെയോ നമ്മൾ എന്താ പറയുന്നത്? imperative sentence എന്താണ് എന്നാണ് പറയുന്നത്. It ends with a full stop. Usually the imperative sentences are ends with a full stop. Imperative sentence എങ്ങനെയാണ് end ചെയ്യുന്നത്? എങ്ങനെയാണ് end ചെയ്യുന്നത്? full stop ലാണ് end ചെയ്യുന്നത്. Okay, മുഹമ്മദ് റിഹാൻ, മുഹമ്മദ് റുവൈസ്, മുഹമ്മദ് കെ, turn on your video. അതേപോലെ ഷിസ നേരെ ഇരിക്കേണ്ട ക്ലാസ്സിൽ. മുഹമ്മദ് ഫോൺ എവിടെയെങ്കിലും വെച്ച മോനെ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് അടങ്ങിയിരുന്നേ. ഓക്കെ, ഫ്രണ്ടിലേക്ക് ബാക്കിയുള്ളവർ നോക്കി എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ഇരുന്നേ. എക്സാമ്പിൾ, കൃഷ്ണ, പ്ലീസ് പാക്ക് യുവർ suitcase for the trip. That is an example for imperative sentence. നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് റിപ്പീറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പേജ് നമ്പർ 11 നോക്കുക. പേജ് നമ്പർ 11. Page number 11. A sentence that expresses a sudden or strong feeling is called an exclamatory sentence. അതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എന്താണ്? A sentence that express sudden, പെട്ടെന്നുള്ള, അതായത് അതുപോലെ തന്നെ strong feelings, പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ്, അല്ലെങ്കിൽ എന്താ നമ്മുടെ സ്ട്രോങ് ഫീലിങ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്ട്രോങ് ഫീലിങ്സ് കാണിക്കുന്ന സെന്റൻസിനെ നമ്മൾ എന്ത് പറയാ? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയാ. ഇറ്റ് എൻഡ്സ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്ക്ലമേഷൻ മാർക്കിലാണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എൻഡ് ചെയ്യുന്നത് എക്സ്ക്ലമേഷൻ മാർക്കിലാണ്. ഹൗ ഇൻട്രസ്റ്റിംഗ് ദിസ് ബുക്ക് ഈസ്. നമ്മുടെ ഫീലിങ്സ് ആണ് അല്ലേ? എന്ത് രസമാണ്, എന്ത് ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ബുക്ക്. ഹൗ ഇൻട്രസ്റ്റിംഗ് ദിസ് ബുക്ക് ഈസ്. ഹൗ ഇൻട്രസ്റ്റിംഗ് ദിസ് ബുക്ക് ഈസ്. ഓക്കെ, അതെന്താണ്? ഏത് സെന്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഹൗ ഇൻട്രസ്റ്റിംഗ് ദിസ് ബുക്ക് ഈസ്. ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഫ്ലവർ ഈസ്. ഓക്കെ, നമ്മുടെ ഫീലിങ്സ് ആണ്, നമ്മുടെ സ്ട്രോങ് ഫീലിങ്സ് ആണ്. നെക്സ്റ്റ് വൺ നോക്കുക. ഇ, റീഡ് ദീസ് സെന്റൻസസ് ആൻഡ് ഐഡന്റിഫൈ ദെയർ ടൈപ്പ്. ടിക്ക് ദ കറക്റ്റ് ഓർഡർ. റീഡ് ദ സെന്റൻസസ് ആൻഡ് ഐഡന്റിഫൈ ദ ടൈപ്പ്. അപ്പൊ നമ്മള് സെന്റൻസ് 4 പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചത്? സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, ഇന്ററോഗേറ്റീവ് സെന്റൻസ് പഠിച്ചു. സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് എന്താ? എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളോട് പറയുന്നതാണ് അല്ലെ സ്റ്റേറ്റ്മെന്റ്. ഫാക്ട് ആവാം, അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് നമ്മളോട് പറയുന്നതാവാം. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്താണ്? ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്താണ്? കമാൻഡ് ആവാം, റിക്വസ്റ്റ് ആവാം. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താണ്? നമ്മുടെ സഡൻ ഓർ സ്ട്രോങ് ഫീലിങ്സ് ആണ്. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻ, റീഡ് ദീസ് സെന്റൻസസ് ആൻഡ് ഐഡന്റിഫൈ ദെയർ ടൈപ്പ്. അവിടെ 5 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ 5 സെന്റൻസ് വായിച്ചിട്ട് അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ് എന്ന് കണ്ടുപിടിച്ച് അവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ, ദ മോഹൻ നഗർ മാർക്കറ്റ് ഈസ് ക്ലോസ്ഡ് ഓൺ Tuesdays. The Mohan Nagar market is closed on Tuesdays. മോഹൻ നഗർ മാർക്കറ്റ് എല്ലാ ചൊവ്വാഴ്ചയും അടച്ചിടും അല്ലെ? ക്ലോസ്ഡ് ഓൺ Tuesdays. ഓക്കെ, അതെന്ത് സെന്റൻസ് ആ? സ്റ്റേറ്റ്മെന്റ് ആണോ? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണോ? ഇമ്പറേറ്റീവ് സെന്റൻസ് ആണോ? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണോ? നമ്മൾക്കറിയാം. ഫുൾ സ്റ്റോപ്പില് റുവൈസ് എന്റെ കയ്യിൽ നിന്ന് കിട്ടും. റുവൈസ്
കേട്ടല്ലോ? ഞാൻ ഇവിടുത്തെ കാണുന്നില്ല വിചാരിക്കരുത്. റിവൈസിനോടെ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്ന ഏതൊക്കെ ടൈപ്പ് സെന്റൻസ് ആണ് ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്നത്? ഏതൊക്കെ ടൈപ്പ് ആണ്? ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ട് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായി. ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് സെന്റൻസ് മാത്രമേ ഉള്ളൂ. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആണ്, സെക്കൻഡ് വൺ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അതിൽ തന്നെ നിങ്ങൾ നോക്കുക, ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ പഠിച്ചത് റിഹാനെ? റിക്വസ്റ്റ് ആവാം അല്ലെങ്കിൽ കമാൻഡ് ആവാം അല്ലേ? അപ്പൊ ഇത് റിക്വസ്റ്റ് ആണോ? അതുപോലെ ഇത് കമാൻഡ് ആണോ? അല്ല, ഇതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈസി ആയില്ലേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ? സ്റ്റേറ്റ്മെന്റ്, ടിക്ക് സ്റ്റേറ്റ്മെന്റ്, ടിക്ക് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ്. Muhammad Ruwais, turn on your video. The Mohan Nagar market is closed on Tuesdays. That is a statement. That is a statement. Okay, next. What would you like to eat? What would you like to eat? ആ sentence എങ്ങനെ end ചെയ്യുന്നത്? That sentence ends with a question mark. So that is a ഏത് ടൈപ്പ് സെന്റൻസ് ആണത്? ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുന്നത്. ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാൻ പോവാണ്. അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? സ്റ്റേറ്റ്മെന്റ് ആണോ? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണോ? ഇമ്പറേറ്റീവ് സെന്റൻസ് ആണോ? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണോ? വേഗം പറയൂ. ഏത് സെന്റൻസ് ആണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ്. A sentence that ends with a question mark or as something is called a interrogative sentence. So tick the interrogative sentence. Tick the second one. Interrogative sentence. Interrogative sentence. Interrogative sentence. Third one, how hot the tea is. How hot the tea is. എല്ലാവരും എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എങ്ങനെ മനസ്സിലായത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് ഷഹബാസേ? എങ്ങനെ മനസ്സിലായത്? Because that ends with an exclamation mark. Exclamation മാർക്കിലല്ലേ സെന്റൻസ് എൻഡ് ചെയ്യുന്നത്? റിഹാൻ, you should listen in my class. Okay? Turn yourself. തിരിഞ്ഞിരുന്നേ റിഹാൻ. Okay. Okay, next. Fourth one. Put the bananas in the fruit bowl. Put the bananas in the fruit bowl. Statement. അത് സ്റ്റേറ്റ്മെന്റ് ആണോ? That ends with a full stop. Full stop ൽ എൻഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റും ഇമ്പറേറ്റീവ് സെന്റൻസും ആണ്. അതിൽ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒരു കാര്യം നമ്മളോട് പറയുന്നതാവാം. ഇവിടെ എന്താണ്? Put the bananas in the fruit bowl. അതൊരു കമാൻഡ് അല്ലേ? That is a command. So that is an imperative sentence. Imperative sentence. Tick imperative sentence. Third one. Tick the third one. Imperative sentence. Imperative sentence. Next. Fifth one. What is the capital of Bhutan? What is the capital of Bhutan? Which type of sentence is that? Interrogative. That is interrogative sentence. That is an interrogative sentence. So take the second one, interrogative. Interrogative. എനിക്ക് ഇപ്പൊ ക്ലാസ് കിട്ടിയ ഇത്രയും കിട്ടുന്നില്ലായിരുന്നു. എന്താണ്? എനിക്ക് ഇപ്പൊ ക്ലാസ് കിട്ടിയ അപ്പൊ ആദ്യം എന്താ പഠിപ്പിച്ചത്?
അന്ന റോസ് ആണ് മോളെ. യൂട്യൂബിൽ ക്ലാസ് കാണണം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് എവിടെയും എത്തില്ല. ഓക്കെ, യൂട്യൂബിൽ ക്ലാസ് കാണാം. നെക്സ്റ്റ് വർക്ക് നോക്കാം. റീറൈറ്റ് ദിസ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആസ് സ്റ്റേറ്റ്മെന്റ് ഓർ ഇമ്പറേറ്റീവ് സെന്റൻസസ്. താഴെ 6 എക്സ്ക്ലമേറ്ററി സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെന്ന് എങ്ങനെയാ മനസ്സിലായത്? ബിക്കോസ് that sentences are ends with an exclamation mark അല്ലേ? എക്സ്ക്ലമേഷൻ മാർക്കിലാണ് ആ സെന്റൻസസ് എല്ലാം എൻഡ് ചെയ്യുന്നത്. റിഹാൻ, ക്ലാസ് ഇവിടെ തുറന്നു വെച്ചിട്ട് പുറത്തേക്ക് നോക്കിയതിനെ കൊണ്ട് കാര്യമുണ്ടോ മോനെ? മിസ്സിനെ നോക്കിയിരുന്നേ. ഓക്കെ, അപ്പൊ ആ താഴെ തന്നിരിക്കുന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ഒന്നുകിൽ ഇമ്പറേറ്റീവ് സെന്റൻസ് ആക്കി മാറ്റി എഴുതുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി എഴുതുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? യു ഹാവ് ലോസ്റ്റ് യുവർ ലൈബ്രറി ബുക്ക് അഗെയിൻ. അത് സ്റ്റേറ്റ്മെന്റ് ആക്കണമെങ്കിൽ ഒരു പണിയുമില്ല. ആ എക്സ്ക്ലമേഷൻ മാർക്ക് അങ്ങോട്ട് കളഞ്ഞാൽ മതി. യു ഹാവ് ലോസ്റ്റ് യുവർ ലൈബ്രറി ബുക്ക് അഗെയിൻ, എക്സ്ക്ലമേഷൻ മാർക്ക് അവിടെ കളഞ്ഞാൽ മതി. അവിടെ മുകളിലെടുത്ത് എഴുതിയേ യു ഹാവ് ലോസ്റ്റ് യുവർ ലൈബ്രറി ബുക്ക് അഗെയിൻ. അതേ സെന്റൻസ് മുകളിലെടുത്ത് എഴുതി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ മതി. Instead of exclamation mark, you have to put a full stop. You have lost your library book again. You have lost your library book again. എഴുതിയോ മോളെ ഗ്രേസ്? ഗ്രേസ് എഴുതിയോ? You have lost your library book again. Edwin, you have to send your notes, all notes to Grace. Okay? മോൻ എഴുതിയ നോട്ട് എല്ലാം അവിടെ ഗ്രേസിന് അയച്ചു കൊടുക്കണേ. You don't have number, right? No. Okay, I will give. Okay, next, second one. Second sentence. What a lovely drawing you have made. What a lovely drawing you have made. Okay, that is an exclamatory sentences. അതെങ്ങനെയാ നമ്മൾ ഇനി സ്റ്റേറ്റ്മെന്റ് ആക്കുക? You have made a lovely drawing. You have made a lovely drawing, right? You have made a lovely drawing, right? You have, എഴുതു മോനെ അതുലേ, എഴുത്. You have made a, ചെറുതായിട്ട് എഴുതുക. You have made a lovely drawing. You have made a made a lovely drawing. You have made a lovely drawing. Why should be capital? Okay, another one. This is the third one. Speak softly. Speak softly. അത് നമുക്ക് എന്താക്കാം? ഇമ്പറേറ്റീവ് സെന്റൻസ് ആക്കാം അല്ലേ? റിക്വസ്റ്റ് പോലെ പറഞ്ഞാലോ? പ്ലീസ് സ്പീക്ക് സോഫ്റ്റ്ലി. ടീച്ചേഴ്സ് നിങ്ങളോട് അല്ലെ വീട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ അച്ഛനോ പാരന്റ്സ് നിങ്ങളെ ചീത്ത പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പറയേണ്ടത്? പ്ലീസ് സ്പീക്ക് സോഫ്റ്റ്ലി എന്ന് പറയാം അല്ലെ? ഒന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുവോ? ഓക്കെ, റൈറ്റ്. തേർഡ് വൺ. പ്ലീസ് സ്പീക്ക് please speak softly. Please speak softly. അതെങ്ങനെ എൻഡ് ചെയ്യേണ്ടത്? with a full stop. Please speak softly. Next, fourth one and the fourth one. Which is the fourth one? What a great movie. What a great movie.
What a great movie. നമ്മുടെ സഡൻ എക്സ്പ്രഷൻ ആണ് അല്ലേ? What a great movie. അതെങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആക്കാം? That was a great movie. That was a great movie, right? That was it. It should be capital. That was a great movie. That was a great movie. That was a great movie. Okay. Next. Fifth one. Help me. Help me. Help me. Please help me. Right? Please help me. Please help me. Please. Please should be capital. Please. Please help me. Please help me. Next one. Stop it. Stop it. നമ്മുടെ സഡൻ ഫീലിംഗ്സ് ആണ് അല്ലേ? നമ്മൾ പെട്ടെന്ന് പറയുന്നതാണ്. Stop it. That is an exclamatory sentence. Please stop it. Right? Please stop it. Please stop it. Please stop it. Okay, all of you finished? All of you finished? Yes. Okay, easy അല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? പഠിക്കാൻ ഈസി അല്ലേ? ആണ്. നെക്സ്റ്റ്, let us listen. വേണ്ട, അത് എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് വരുന്നതല്ല, സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ്, let us write. Let us write. താഴെ. Let us write. Okay. Edge. Underline the misspelled words in the given passage and correct them. അവിടെ താഴെ തന്നിരിക്കുന്ന ആ പാസേജിൽ, ആ പാരഗ്രാഫിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. നമ്മളോട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആർ യു റെഡി? പെൻസിൽ കൊണ്ട് തന്നെ ചെറുതായിട്ട് അവിടെ എഴുതിയെടുക്കാൻ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ നോട്ടിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, പഠിക്കാൻ എഴുതാൻ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. റിഹാനെ കേട്ടല്ലോ? ഓക്കെ, ഫസ്റ്റ് വൺ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ഒന്ന് വായിച്ചു നോക്കിയ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തൊക്കെയാ തോന്നുന്നത്? മുഹമ്മദ് റിഹാൻ ആൻഡ് മുഹമ്മദ് കെ, ടേൺ ഓൺ എ വീഡിയോ. ഹൗ മെനി ടൈംസ് ഐ ടോൾഡ് യു? ഇത് പറഞ്ഞാൽ മാത്രമേ വീഡിയോ ഓൺ ചെയ്യുള്ളൂ? എല്ലാ ക്ലാസ്സിൽ പോലെ തന്നെയാണോ നിങ്ങള്? Don't look at that. Look at your textbook. Okay. നോക്കാത്. ഫസ്റ്റ് വൺ മിസ് ഒന്ന് വായിക്കാം. ഓക്കെ. A donkey is a very strong and useful animal. നോക്കണം നിങ്ങള്, മിസ്റ്റേക്ക് ഉള്ളത് മനസ്സിലാലോചിച്ച് വെക്കുക. It carries heavy loads. സ്പെല്ലിംഗ് നിങ്ങൾ നോക്കണേ. ഇപ്പൊ കൈ കാണിക്കണേ, മിസ് വായിക്കട്ടെ. നിങ്ങൾ ആരും മൊത്തം വായിച്ചില്ല, എനിക്കറിയാം. It is not fussy and eats almost anything, but in spite of its usefulness and patience, it is badly treated. A stupid person is called a donkey or an ass. This is quite unfair. It is the most unlucky animal in the whole world. ഒരു രണ്ടോ മൂന്നെങ്കിലും മിസ്സ്പെൽഡ് വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു 3 മിസ്സ്പെൽഡ് വേർഡ്സ് കണ്ടുപിടിക്കാൻ പറ്റിയവർ എത്ര പേരുണ്ട്?
ഒരു 3 മിസ്പെൽഡ് വേർഡ്സ് കണ്ടുപിടിക്കാൻ പറ്റിയവരൊന്ന് കൈ കാണിച്ചേ മിസ്സിനെ. ഷാബാസേ, what are you doing? Where are you looking at? Where is the textbook? വായിക്കുന്നുണ്ടോ? ഒരു 3 എണ്ണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയവരൊന്ന് കൈ കാണിച്ചേ മിസ്സിനെ. 3 മിസ്പെൽഡ് വേർഡ്സ് ഞാൻ ഇപ്പൊ ചോദിക്കുമ്പോ പറയാൻ പറ്റണം. ഒരു 3 എണ്ണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയവർ. ആദിത്യന് പറ്റിയിട്ടില്ല. ആദിത്യൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല മോനെ? ഇല്ലേ? ഒറ്റൊന്ന് കിട്ടി. ലക്ഷ്മി പ്രിയക്കോ? ഒന്നും കിട്ടിയില്ല മോളെ. നോക്ക, all of you look at your textbook. First one. First one നോക്ക. A donkey is a vari അല്ല. vari ആണോ അവിടെ? A donkey is a very, right? Very ന്റെ spelling എന്താ? V-E-R-Y. Very. Muhammad Rihan, what are you eating? Muhammad Rihan. Rihan. Don't eat anything at your class time, okay? ഈ വേണ്ടാത്തത് മാത്രമേ ചെയ്യുന്നുള്ളൂല്ലോ. Okay, first one. നിങ്ങൾ ഇത് മാറ്റിയോ? നേരെ എഴുതിയോ? A donkey is a, look at your textbook. A donkey is a very, V-E-R-Y. A donkey is a very strong and useful animal. അവിടെ ആ സെന്റൻസിൽ ഒറ്റൊരു മിസ്പെൽഡ് വേർഡേ ഉള്ളൂ. വാരി അല്ല, വെരി. ഓക്കെ, നെക്സ്റ്റ്. It carries heavy loads. What is the spelling of loads? L-O-A-D-S. L-O-A-D-S. Loads. Loads ന്റെ സ്പെല്ലിംഗ് അവിടെ മാറ്റിയേ. Loads. L-O-A-D-S. Loads. L-O-A-D-S. Loads. Loads. Okay. It carries heavy loads. മാറ്റി എഴുതിയോ? എല്ലാവരും മാറ്റി എഴുതിയോ? Okay. It is not fussy and eats almost anything. അവിടെ വേറൊരു മിസ്പെൽഡ് വേർഡും കാണുന്നില്ല അല്ലേ? നെക്സ്റ്റ്. But in spite. But in spite അല്ല. But in spite. But in spite. But in. But in spite. അല്ല, but in spite. സ്പെല്ലിംഗ് എഴുതാ I-N-S-P-I-T-E. ഇന്ന് അവിടെ തന്നെ ഉണ്ട്. പൈറ്റിന്റെ മുന്നിൽ ഒരു S ഇട്ടാ മതി. ഓക്കെ, ഇന്ന് അവിടെ ഉണ്ട്, പൈറ്റ് അവിടെ ഉണ്ട്. ആ പൈറ്റിന്റെ പീന്റെ മുന്നിൽ ഒരു S ഇട്ടാ ഇൻസ്പൈറ്റ് ആയി. ഓക്കെ, but in spite of its usefulness and patience അല്ല, patience. ക്ഷമ, patience. Patience. What is the spelling of patience? P-A-T-I-E-N-C-E. Patience. P-A-T-I-E-N-C-E. Patience. Okay. Patience. It is badly treated. What is the spelling of treated? Sai Krishna. Treated. Treated the spelling is T-R-E-A-T-E-D. ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. അവിടെ തന്നെ മാറ്റിയാ മതി. എങ്ങനെ മാറ്റിയാ മതി? അതില് മൂന്നാമത്തെ രണ്ടാമത്തെ ഇല്ലേ, ഡബിൾ ഇ അടുപ്പിച്ച് വരുന്നില്ലേ, രണ്ട് ഇ അടുപ്പിച്ച് വരുന്നില്ലേ, അതിൽ രണ്ടാമത്തെ ഇ എ ആക്കിയാ മതി. രണ്ടാമത്തെ ഇ എ ആക്കി കഴിഞ്ഞാൽ അത് ട്രീറ്റഡിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയി. T-R-E-A-T-E-D. treated. Okay. ഇനി നെക്സ്റ്റ് സെന്റൻസ്. stupid present അല്ല, person. present അല്ല, അത് മിസ്പെൽ
ഓക്കെ, മിസ് മ്യൂട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതിന്റെ സ്പെല്ലിംഗ് കിട്ടാത്തത്? പേഴ്സന്റെ അല്ലേ? ആണ്. ഓക്കെ, പ്രസന്റ് അല്ല, പേഴ്സൺ. പേഴ്സന്റെ സ്പെല്ലിംഗ് PE. ശ്രദ്ധിച്ചിരിക്കണേ. മുഹമ്മദ് കെ, what are you doing there? നോക്കൂ മക്കളെ, എവിടെ എത്തി നമ്മള്? ട്രീറ്റഡ്. എ സ്റ്റുപ്പിഡ് പേഴ്സൺ കണ്ടോ? എ സ്റ്റുപ്പിഡ് പ്രസന്റ് കണ്ടോ നിങ്ങള്? ആ പ്രസന്റ് നിങ്ങൾ പേഴ്സൺ ആക്കിയോ? PERSON, പേഴ്സൺ. പേഴ്സൺ. Okay, stupid person is called a donkey or an ace. Ace അല്ല, ass ആണ്. ASS. ASE മാറ്റിയിട്ട് അവിടെ അത് തടഞ്ഞിട്ട് അവിടെ എന്താക്കുക? ASS. Okay, then this is quite unfair. അവിടെ തെറ്റൊന്നുമില്ല. It is the must അല്ല, it is the most. ആ യു എന്താക്ക? ഓ ആക്ക. മസ്റ്റ് എന്നുള്ളതിന്റെ MUST ഇല്ലേ, അത് MUO ആക്കി കഴിഞ്ഞാൽ മോസ്റ്റ് ആയി. മോസ്റ്റ് unlucky animal in the whole world. What is the spelling of whole? WHOLE. ആ HOLE ഇല്ലേ, അതിന് മുന്നേ ഒരു W, Hന് മുന്നേ ഒരു W ഇട്ട ഹോൾ ആയി. എവിടെ? ഹോൾ. WHOLE. ഷഹബാസ് ആൻഡ് ഷിസ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ എഴുതിപ്പിച്ചതിന്റെയും ഇന്ന് ഞാൻ ഫുൾ എഴുതിപ്പിച്ചതിന്റെയും നോട്ട് എഴുതിയത് എനിക്ക് കാണണം, കേട്ടല്ലോ? ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ എനിക്കത് അയച്ചു തരാ. ഷിസ ആൻഡ് ഷഹബാസ് യൂട്യൂബിൽ ക്ലാസ് കാണുക. ചിലപ്പോ ഇന്ന് രാത്രിക്ക് ലിങ്ക് കിട്ടാം, നാളെ രാവിലേക്കുള്ളിൽ എനിക്ക് അയച്ചു തന്നോളാം. ഓക്കെ, കേട്ടല്ലോ? ആരും മടി പിടിച്ച് കളിക്കണ്ട. എല്ലാവരുടെ ബുക്കും ഞാൻ ഓരോ ദിവസം ഓരോരുത്തരായിട്ട് നോക്കും. റിഹാൻ, റിഹാൻ, where are you looking at? ക്ലാസ് തുറന്നു വെച്ച ബുക്ക് ഒരു സൈഡിൽ വെച്ചിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഫുൾ ടൈം. ഓക്കെ, ഹോൾ വേൾഡ്. ഹോളിന്റെ സ്പെല്ലിംഗ് എന്താ? WHOLE. മിസ് ഒന്നുകൂടി സ്പെല്ലിംഗ് പറഞ്ഞു തരാം, ഒന്നുകൂടി അത് വായിച്ചു തരാം. ഓക്കെ, ക്ലാസ്സിലാണ് പറയണേ, അങ്ങ് പോയിക്കോ. ഓക്കെ, മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. A donkey is a very, spelling BERY. A donkey is a very strong and useful animal. Next sentence, it carries heavy loads. The spelling of load is LOADS. LOADS. പറഞ്ഞോളെ. It is not fussy and eats almost anything. അവിടെ mistake ഒന്നുമില്ല. But in spite അല്ല, but in spite. ആ PITE മുന്നേ ഒരു S ചേർക്കുക. But in spite of its usefulness and patience. The spelling of patience is PATIENSE. Patience. It is badly treated. The spelling of treated is TREATED. Treated. A stupid person alla person. PERSON. Person is called a donkey or an ass. ASS. ASE mata ASS. Okay. Next, this is quite unfair. This is quite unfair. avade tettilla. It is the must alla most. It is the most. MOST most. Unlucky animal in the whole world. HOLE alla, WHOLE. WHOLE. Okay. അങ്ങനെ നമ്മുടെ ആ ക്ലാസ് അല്ല, നമ്മുടെ ആ ലെസൺ അവസാനിച്ചിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ടത് 5th ചാപ്റ്റർ, ദ ഗ്രേറ്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ദ ഗ്രേറ്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, പേജ് നമ്പർ 20. പേജ് നമ്പർ 20. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് എടുത്ത് തീർക്കണം. ഓക്കെ, നമുക്കിനി 4 മിനിറ്റ് ആണ് ലെഫ്റ്റ്.
ഉള്ളത്? മിസ് ഒന്ന് ഇത് വായിച്ചു തന്നല്ലോ. ടേക്ക് പേജ് നമ്പർ 20. പേജ് നമ്പർ 20, ദ ഗ്രേറ്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. മിസ് ഡയറക്റ്റ് പാഠത്തിലേക്ക് കടക്കും, നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഗെറ്റ് സെറ്റ് ഒന്നും നോക്കുന്നില്ല. നോക്ക മിസ് അതൊന്ന് വായിച്ചു തരാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. ഓൾ ഓഫ് യു ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. All of you look at your textbook. Okay. The great Egyptian civilization lasted until 30 BC when Egypt became a part of the Roman Empire. Next class like വായിക്കാൻ പഠിച്ചിട്ട് വരാൻ വേണ്ടിട്ടാണ് മിസ് ഇപ്പം വായിച്ചു തരുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. What was life in Egypt like then? This is no longer a mystery to us thanks to the documents written on papyrus, writings on stone, wall paintings and other objects found in the tombs. Next para. Hannah, don't look at me. Next para. എവിടെയാണ് മിസ് വായിക്കുന്നത്? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കുക. People wore light clothes usually made of linen. They cared very much about their appearance and cleanliness. Both men and women used eye makeup, jewelry, and perfume. Next para. Homes and even royal palaces were made of sun-dried mud bricks. Stone was only used for buildings, tombs, and temples. Due to the hot weather and bright sunlight, the windows were small and placed high up in the wall. Doors and windows often had screens made of matting to keep out flies and dust. Wall paintings show women dancing and enjoying picnics, and men wrestling and hunting ducks, antelopes, and hares as their favorite pastime. Board games were popular with adults as well as എവിടെ എത്ത ഞാനിപ്പോ എവിടെ വരെ വായിച്ചത്? Take next page. Children. Many families kept pets. River Nile provided fish. Fruits and vegetables were also an important part of the people's diet. The Egyptians brought in watermelons from southern Africa and figs from Turkey. They also knew how to make wine, beer, and cheese. Wheat was used to make pastries and biscuits flavored with honey and herbs. They made 40 different kinds of bread. The fact that Egyptians built so many huge temples shows that religion was very important to them. They worshipped many different gods and believed that there was life after death. That is why they preserved the bodies of the dead as mummies. Food, tools, and weapons were buried with the dead for the next life. Priests were very powerful. People believed that they could tell the future from dreams and stars, and even protect them from evil charms and spells. Most people were farmers. When there was no work in the fields, they helped in building temples or pyramids. This was also a way of paying taxes. Skilled craftsmen were paid well. They were paid in food, linen, firewood, or salt rather than money. Most women looked after their families. They also worked as weavers, dancers, nannies, priestesses, or makers of perfume and makeup. നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ.